പെട്ടെന്ന് ഈ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഓർമ്മ വന്ന ഒരു തമാശ. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു, കോളേജിൽ പഠിക്കുന്ന കാലത്തോ എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും കുട്ടികളുമായിട്ട് പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം നമ്മൾ ഈ ആണുങ്ങൾ ബുദ്ധിയില്ലാത്തവർ ഇതൊക്കെ തുറന്നു പറയും, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയില്ല. അങ്ങനെ ഈ വിവരം കെട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പിഷാരടി കുട്ടി, ഷാരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ആ കുട്ടിയെ. ഞങ്ങളുടെ അവിടെ ഷാരടി ഒരു കുട്ടി, ഷാരസിയായിരുന്നു കേട്ടിട്ടുണ്ടോ? ഡാൻസ് ചെയ്യവർ. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിന് ഇന്നിപ്പോൾ കർട്ടനൊക്കെ നല്ല നല്ല കർട്ടൻസാണ്. അപ്പം അന്ന് തുറക്കുന്നത് ഒരാൾ, അടയ്ക്കുന്നത് വേറൊരാൾ, ഒരാൾ അറ്റത്തിരിക്കും, ഈ അറ്റത്തിരിക്കും. അപ്പോൾ ആ അറ്റത്തിരിക്കുന്നത് ഭരതൻ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനാണ്. ഇവിടെ ഇരിക്കുന്നത് ഞാനാണ് ഇത് മൂടുന്ന ആള്, കർട്ടൻ ഇടുന്ന ആൾ. അപ്പോൾ ഈ കുട്ടി തരക്കേടില്ല, നല്ല കുട്ടിയാണ്. ഡാൻസ് ചെയ്യാനും അതെ, കാണാനും അതെ. എനിക്ക് ഇഷ്ടമാണ്, വെറുതെ ഇഷ്ടം ആവുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഷാരടി കുട്ടിയുടെ അടുത്ത് എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ ഷാരടിക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമില്ലായിരുന്നു. 2 വർഷം ഞാൻ ഷാരടിയുടെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. ബാക്കി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ വരുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ മുഖത്ത് മാത്രം നോക്കില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം എൻ്റെ അടുത്ത് മാത്രം സംസാരിക്കുന്ന പോലും ഇല്ല തിരിഞ്ഞ്. അങ്ങനെ 2 വർഷം കോളേജിൻ്റെ കാലാവധി കഴിഞ്ഞ് അവസാനം ഇതേപോലെ ആയിരക്കണക്കിന് ആളുകളിരിക്കുന്ന ലാസ്റ്റ് വേദിയിൽ, കലോത്സവം നടക്കുന്ന വേദിയിൽ ആ ഷാരടിക്കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട്. ഭരതനാട്യത്തിൽ വലിയ ഡാൻസറാണ് ഷാരടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് NCCയുടെ കുട്ടികളാണ് സാധാരണ കർട്ടൻ വലിക്കാനായിട്ട് ഇവിടെ ഇരിക്കാറ്. അപ്പോൾ അവരിലൊരാളോട് ചോദിച്ചു, ഇന്ന് കർട്ടൻ ഞാൻ വലിച്ചോട്ടെ, കാരണം അവിടെയെങ്കിലും നേരിട്ടൊന്ന് ഷാരടിയായിട്ടൊരു കണക്ഷൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. സ്റ്റേജാണ്, ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലാണ്. അങ്ങനെ ഭരതൻ്റെ മുഖത്ത് വീണ്ടും നോക്കിയിട്ട് കാണിച്ചു ഒരു ശിവതാണ്ഡവോ അങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്നു ശിവതാണ്ഡവം കഴിഞ്ഞിട്ട് ഈ അവസാനം ഈ കാല് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു നിൽപ്പുണ്ട്. അങ്ങനെ ഈ ഇവളങ്ങോട്ട് നിന്നു. അങ്ങനെ കർട്ടൻ വലിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഷാരടി ഡാൻസ് തുടങ്ങി. ഞാൻ പൊക്കുന്നു. ആ ഡാൻസ് കഴിയുന്നത് വരെ ഒന്ന് തിരിഞ്ഞെൻ്റെ മുഖത്ത് പോലും ആ കുട്ടി നോക്കിയില്ല. അതിലുള്ള ദേഷ്യവും സങ്കടവും സഹിக்க വയ്യാതെ ആ കർട്ടൻ ജീവിതകാലത്ത് ഒരു മനുഷ്യനെ കൊണ്ട് അഴിക്കാൻ വയ്യാത്ത രീതിയിൽ ഞാൻ അവിടെ ഇരുന്നൊരു കെട്ടിട്ടു. ഷാരടി ഡാൻസ് കഴിഞ്ഞു. അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് ഭരതനാട്യത്തിൻ്റെ ഇങ്ങനൊരു പോസിലാണ് ഷാരടി നിന്നത്, ഒറ്റക്കാലിൽ നിന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ കയറുണ്ടല്ലോ, ഇത് അയച്ചു കൊടുത്താലേ ഇത് വരുള്ളൂ. അവനെ ഞാൻ ഈ മുളയമങ്ങട് കെട്ടി കടുങ്കെട്ടൊക്കെ ഇട്ടൊക്കെ റെഡിയാക്കിയാണ് നിർത്തി വെച്ച്. അത് കഴിഞ്ഞ് ഇവളിങ്ങനെ നിന്നിട്ട് എന്നെങ്ങനെ നോക്കുക കർട്ടൻ ഇടാനായിട്ട്. ഞാൻ അപ്പോൾ വേറെ സ്ഥലത്തേക്ക് നോക്കി. അങ്ങനെ ഈ കുട്ടി കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോഴേക്കും ഈ ആളുകൾ അങ്ങോട്ട് കൂവി തുടങ്ങി, അവള് കർട്ടൻ ഇടണില്ല. ഈ കുട്ടി ഇങ്ങനെ നിൽക്കാൻ കുറേ നേരം പറ്റില്ല, ഈ നേരം ഡാൻസ് ചെയ്ത കുട്ടിയാണ്. രാമനാഥ മാഷ് വന്ന് ചോദിച്ചോട്ടോ കർട്ടൻ ഇടറോ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ ഇവിടെ കിട്ടിയതേ ആ ഡാൻസ് കണ്ട സുഖത്തിൽ ഞാൻ അറിയാണ്ട് കണ്ണും കെട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം ഈ കുട്ടി ഒറ്റക്കാലിൽ മര്യാദയ്ക്ക് നടന്നു പോയാൽ മതി, ഒറ്റക്കാലിൽ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങടെ പോയി. ആ കുട്ടി പോയി അതിനകത്ത്. കർട്ടൻ ഇടുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കർട്ടൻ ഇടാൻ വേണ്ടി ഷാരടി ഇങ്ങനെ നിൽക്കുക. എവിടെ കർട്ടൻ ഇടാൻ? 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂറാവും വിചാരിച്ചാൽ ആ കർട്ടൻ ഇടാൻ പറ്റില്ല. അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ച് ഷാരടി തൊഴുതിട്ട് പോകുന്ന ഈ വിവരം കെട്ട പെണ്ണ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ചാടി അവസാനം വരെ പോയി ഈ ഒറ്റക്കാലിൽ. അങ്ങനെ കോളേജിൽ അടുത്ത ദിവസം ഈ കുട്ടിയെ വരുന്നവർ മുഴുവൻ ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്ന് കളിയാക്കി കൂവാൻ തുടങ്ങി. മാർക്കും പോയി, ഒക്കെ പോയി. കാലങ്ങൾ കഴിഞ്ഞ് ബോംബെ ചെന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളമായിട്ടൊരു സ്ത്രീ വരുന്നു. ഷൺമുഖാനന്ദ ഹാളിലെ മലയാളി അസോസിയേഷൻ്റെ ഒരാളാണ് അയാൾ. അവരുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ചത്. അയാളുടെ ഭാര്യയാണ് ഈ വെള്ളമായിട്ട് വന്നത്. അയാൾ ഒന്ന് വെള്ളം കൊണ്ടുവന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്നസെൻ്റ് അറിയോ? അങ്ങനെ കോളേജ് വിട്ട് പഠിത്തം പരീക്ഷയ്ക്ക് മുമ്പ് അവസാനിപ്പിച്ചവർ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഷാരടി കുട്ടിയെ കണ്ടിട്ടില്ല. അങ്ങനെ സിനിമയിലെത്തിയ ശേഷം ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതേപോലെ 10,000-കണക്കിന് ജനങ്ങൾ കൂടുന്ന ഒരു വലിയ ചടങ്ങിലേക്ക്, ഓണാഘോഷ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു വരുത്തി.
അവിടെ ചെന്നപ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ എന്നെ വളരെ ഇതായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഭക്ഷണം വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കഴിച്ചിട്ടേ പോകാവൂ. ഞാൻ പറഞ്ഞു പിന്നെന്താ ആവാമല്ലോ. ചെന്നപ്പോൾ ഭക്ഷണം വിളമ്പാനായിരിക്കുന്നു സാക്ഷാൽ ഷാരടി, ഇയാളുടെ ഭാര്യ. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇനി വിഷം കലക്കി തന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു നോട്ടം നോക്കി, ശിവതാണ്ഡവത്തിൻ്റെ ആളാ. ഞാൻ ഈ വെള്ളത്തിൽ വല്ല വിഷട്ടുണ്ടാവുക, കാരണം എൻ്റെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മളൊരു കൊച്ചു പുഞ്ചിരിയെ നമ്മൾ ചോദിച്ചു. ആര് ചോദിച്ചു? എൻ്റെ മുഖം കണ്ടാൽ അറിയാലോ, പ്രതീക്ഷിച്ചു, തന്നില്ല. അയാൾ പറയാണ് ഇന്നസെന്റ്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രി ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. അന്ന് ഞാൻ ഇന്നസെന്റിനെ പറ്റി മാലതി എന്നോട് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആ ഭക്ഷണം എങ്ങനെയാ കഴിച്ചത്, ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം ഒരാവശ്യമില്ലാത്ത കാര്യം, അതാണ് എൻ്റെ ബുദ്ധി കുറവ്. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ കടുങ്കെട്ട്. അപ്പോൾ ആ ശ്രീപൻ വേണ്ട വിട്ടേക്ക് വിട്ടു. എൻ്റെ അബദ്ധത്തിന് ഈ കഥ ഞാൻ പറയുകയും ഈ 25 വർഷങ്ങളും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഷാരടിയുടെ പുറകെ നടന്നതല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അതാണ് അന്ന് എനിക്ക് പറ്റിയ അബദ്ധം. ഈ ഷാരടിയുടെ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പം കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കണ്ണൻ എൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചു, ഇത് സത്യമാണോ അമ്മ എന്ന്. ഞാൻ പറഞ്ഞു ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന്. ഇപ്പം എന്തായാലും നല്ലൊരു കഥ നിങ്ങൾ കേട്ടു, എൻജോയ് ചെയ്തു.